ഇന്ന് രാവിലെ 7 മണിയോടനുബന്ധിച്ചാണ് ഈ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത്. ആ സ്ഥലമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കാത്തുനിൽപ്പ് കേന്ദ്രമാണ്. കുട്ടികളൊക്കെ വന്നാലും അവിടെയാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ, ഒന്ന് അമ്പലപ്പുറത്തുനിന്ന് മണ്ണ് കയറ്റിക്കൊണ്ട് വന്ന വണ്ടി. ആ വണ്ടി അനധികൃതമാണോ എന്ന് ചോദിച്ചാൽ കളക്ടർ പറയുന്ന അനുസരിച്ച് അനധികൃതമാണ്. കളക്ടർ പറഞ്ഞു അവർക്ക് അറിവില്ലെന്നാണ് പറയുന്നത്. പക്ഷേ കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി പെർമിഷൻ കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ലെന്നും അവർ പറഞ്ഞു. അപ്പോൾ ഈ വണ്ടി വളരെ അമിതമായ സ്പീഡിൽ വരുന്നു. വണ്ടി വന്നിട്ട് സ്കിഡ് ചെയ്ത് കുട്ടികളുടെ ദേഹത്തേക്ക് മറിയുകയുണ്ടായത്. അപ്പോഴാണ് നമ്മുടെ ഹരിലാൽ, നമ്മുടെ ഒരു സുഹൃത്താണ്, പുള്ളിക്കാരൻ സുവോളജി നമ്മുടെ സ്പെൻസറിൽ പഠിപ്പിക്കുക. അപ്പം പുള്ളിയുടെ വണ്ടിക്കകത്ത് ഇടിച്ച് പുള്ളിയും മരണപ്പെട്ടു പോയി. പിന്നൊരു കുട്ടി ഒരാളെന്ന് പറഞ്ഞാൽ അതിനകത്ത് അവിടെ യാത്ര ചെയ്യാൻ വന്നിരുന്നവരാണ്. അങ്ങനെ 3 പേരാണ് അവിടെ മരണപ്പെട്ടത്. പിന്നെ 2 കുട്ടികൾ ഇപ്പം മെഡിസിറ്റി അവർ ഒരാളെ ഇവിടെ അടുത്താണ്. ഇവിടെ എല്ലാവരും പരസ്പരം അറിയുന്നതൊക്കെ എല്ലാവരും. പിന്നെ 2 കുട്ടികൾ ഇപ്പം മെഡിസിറ്റി മെഡിക്കൽ കോളേജിലുണ്ട്. അതിൽ ആ കുട്ടികളെ ഇപ്പം ഒരാളെ അങ്ങ് തിരുവനന്തപുരത്തോട്ടും കൊണ്ടുപോകും, ഒരാൾ അവിടെ തന്നെ ഉണ്ടാവും. കാരണം രണ്ടാമത്തെ കുട്ടിയുടെ നട്ടലിനാണ് പരിക്കുള്ളത്. മറ്റേ കുട്ടി വെന്റിലേറ്റർ സപ്പോർട്ടിൻ്റെ ആവശ്യം ഉണ്ടായതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇപ്പോൾ തിരുവനന്തപുരത്തോട്ട് മാറ്റാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സമയത്ത് 8:30 മുതൽ 10 മണി വരെയാണ് ഇവിടെ വാഹനങ്ങൾ ഓടരുതെന്ന് പറയുന്ന സമയം. യഥാർത്ഥത്തിൽ സ്കൂൾ കുട്ടികൾ ഈ സമയത്തല്ല പോകുന്നത്. സ്കൂൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ട്യൂഷൻ ഉണ്ടായതുകൊണ്ട് അവർ 7 മണി 7:30 ആകുമ്പോഴത്തേക്ക് അവർ യാത്ര ചെയ്യും. അപ്പോൾ ആ സമയമാണ് യഥാർത്ഥത്തിൽ വാഹനങ്ങൾ നിരോധിക്കപ്പെടേണ്ടത്. ഈ വാഹനത്തെ സംബന്ധിച്ചിടത്തോളം ഇത് 18 വർഷക്കാലം പഴക്കമുള്ളൊരു വണ്ടിയാണ്. ഇതിന് പക്ഷേ ഇതിന് CF ഏപ്രിലിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവിധമായ പേപ്പർ വർക്കുകളും പേപ്പറിന്റെ പ്രോബ്ലംസും ഈ ഫെബ്രുവരി മാസത്തിലുണ്ടായിരുന്നു. എന്നാൽ ഏപ്രിൽ മാസമായപ്പോഴത്തേക്ക് ഇതിന് CF കൊടുത്തതായിട്ടാണ് AMV അറിയിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്താണ് ഇതിന്റെ പ്രശ്നം എന്ന് ചോദിച്ചാൽ, ഇതിനകത്തൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ സാമ്പത്തിക ലിഗേഷൻസ് ഒക്കെ ഉണ്ടാവും. മണ്ണല്ലേ, അന്നേരം വണ്ടി വളരെ സ്പീഡായി വരുന്നു. അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരാൾ വണ്ടിക്കാരൻ മാത്രമാണ്. അതിന് ഒന്നുകിൽ ഈ റോഡിൽ എന്ത് ചെയ്യണം, ഒരു ബ്രേക്കർ കൊടുക്കണം, അല്ലെങ്കിൽ ആ സ്പീഡ് ബ്രേക്കർ അവിടെ കൊടുക്കണം. പിന്നെ AMVയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹെൽമെറ്റ് വേട്ട പിടിക്കുന്നതും അതോടൊപ്പം തന്നെ അത് കൊട്ടേഷനാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിന്റെ അവസാനം ആകുമ്പോഴത്തേക്ക് ഒരു 20-ാം തീയതി തൊട്ട് ഇത്ര രൂപ കളക്ട് ചെയ്ത് കൊടുക്കണമെന്നാണ്. അവരിപ്പോൾ അതുകൊണ്ട് വിജിലൻസാ. എന്താണ്, ഒന്ന് സ്ട്രീറ്റ് ബെൽറ്റിന്റെ കാര്യത്തിനകത്തും ഹെൽമെറ്റിന്റെ കാര്യം. അതേ സമയത്ത് തന്നെ അതേ ഇഷ്യൂസിന്റെ അതേ വികാരത്തോടു കൂടി ഇതിനെ അന്വേഷിക്കാൻ നിന്നാലോ, ഈ അത് ഉറപ്പായിട്ടും എന്താണ് ഈ വാഹനത്തിന് സംഭവിച്ചത്? ഇതിന് മുട്ട ടയർ എങ്ങനെ വന്നേ? കാരണം ആരുടെയോ ടയർ എടുത്തിട്ട് അവൻ ടെസ്റ്റ് ചെയ്തെന്നാണ്. ഇത് AMV എന്നോട് പറഞ്ഞത് എന്താണ്, ഈ വണ്ടിക്ക് ഏപ്രിൽ മാസത്തിൽ ഫിറ്റ്നസ് CF കൊടുത്തു. മനസ്സിലായി, 15 വർഷം കഴിഞ്ഞ ഇതാണല്ലോ. അപ്പോൾ അതിന് കൊടുത്ത സമയത്ത് ഇതിന്റെ ടയറുകളെല്ലാം നല്ലതായിരിക്കും. അവർ ആ ടയർ വാരി അടുത്ത വണ്ടിക്ക് കൊടുക്കും അടുത്ത ടെസ്റ്റിന്റെ സമയമാകുമ്പോൾ. ഇങ്ങനെയാ സംഭവിച്ചത്. ഇതിനകത്ത് റൈറ്റ് സൈഡിൽ ടയറിന് ഒരു ഇതുണ്ടായിരുന്ന ഒരു പിടുത്തമെങ്കിലും കിട്ടിയാനെ. ഇത് കുഞ്ഞുങ്ങളുടെ ദേഹത്തോട്ട് ഒന്നും അറിയല്ലായിരുന്നു. ശരീരഭാഗങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്ന ഒരു സാഹചര്യം വന്നില്ലേ. വലിയ ഒരു വിഷമവും ബുദ്ധിമുട്ടും ഉണ്ടായി. ഇതിനകത്ത് അതായത് സമൂഹം ബോധ്യമാവണം. നമ്മളിപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ പല കാര്യങ്ങളും കണ്ടിട്ട് കണ്ണടയ്ക്കും. നമ്മുടെ ആൾക്കാരല്ലേ അങ്ങനെ. ആ ഒരു അവസരം ഉണ്ടാകാൻ പാടില്ല. ഈ വണ്ടി അൺഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ അൺഫിറ്റ് ആണെന്ന് ഇൻഫോം ചെയ്യണം. AMVയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജോലിക്ക് കൃത്യമായ അവർ അതിനകത്തിരുന്നിട്ട് ടെസ്റ്റ് നടത്തുമ്പോൾ, ഞാൻ AMVയോട് ഇപ്പോൾ ചോദിച്ചതാണ്, ടെസ്റ്റ് നടത്തുമ്പോൾ മാത്രം നടത്തിയാൽ പോരെ? ടെസ്റ്റ് നടത്തുമ്പോൾ പോകുന്ന കാരണം എന്താ, അവർക്ക് ഒരു പടിയുണ്ട്. അല്ല സീറ്റ് ബെൽറ്റ് ഇടുന്നതും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റ് പൈസ സംഘടിപ്പിച്ചു കൊടുക്കുക, അതല്ല ഇന്നത്തെ കാര്യം. അവരുടെ ജോലി കൃത്യമായി നടത്തുന്ന രീതിയിലേക്ക് മാറണം. അങ്ങനെയാണ് നമ്മൾ വ്യക്തിപരമായിട്ട് എനിക്കിത് പറയാനുള്ളത്. ഈ അപകടം നടക്കുമ്പോൾ മാത്രം നമ്മളിങ്ങനെ എല്ലാവരും ബോധവാന്മാരായാൽ പോരാ. അപകടം നടക്കുന്നതിന് മുമ്പ് ഒരു ബോധവൽക്കരണം സമൂഹത്തിൽ ഉണ്ടാകുകയാണ് ചെയ്യേണ്ടത്. അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കുകയാണ് ചെയ്യുന്നത്.